ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇതാണ് എൻ്റെ ടെറസ് ഗാർഡൻ. എൻ്റെ വീട്ടിലെത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ ഈ ടെറസിലാണ് കൃഷി ചെയ്തെടുക്കുന്നത്. ബാക്കി കുറച്ചൊക്കെ താഴെ നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിലായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടെറസിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ടെറസിലെ പച്ചക്കറി ചെടികളെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അവയുടെ പരിപാലനവും ഒരു ചെറിയ വിളവെടുപ്പുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനും കാണാനായി ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവയെല്ലാം തന്നെ വഴുതനങ്ങ ചെടികളാണ്. ഇതിൻ്റെ ഇലകളിലാണെങ്കിൽ നിറച്ച് മുള്ളുള്ള ഒരു വഴുതനങ്ങയാണ്. രണ്ടിൻ്റെ ഫ്ലവേഴ്സിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഒന്ന് നീലയും ഒന്ന് വന്നിട്ട് വെള്ളയും പൂക്കളാണ്. വെള്ളപ്പൂക്കളുള്ള ചെടിയിൽ അതിൽ മുള്ളില്ല ഇലകളിൽ. അപ്പം നിറച്ച് കായ്ക്കുന്നതാണ് ഈ മുള്ളുള്ള ടൈപ്പ് വഴുതനങ്ങ. അതിൽ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ നമുക്ക് കായായി ലഭിക്കും. കീടശല്യം താരതമ്യേന കുറവാണ്. ഇത് പാഷൻ ഫ്രൂട്ട് ചെടികളാണ്. പാഷൻ ഫ്രൂട്ട് താഴെയാണ് നട്ടിരിക്കുന്നത്. അവയെല്ലാം തന്നെ പടർത്ത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിറച്ച് എപ്പോഴും തന്നെ കായ്ച്ചു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇപ്പം തന്നെ പഴുത്തിട്ടുണ്ട്. ഒത്തിരി പഴുക്കുന്നവരെ കാത്തു നിന്നാൽ അതെല്ലാം തന്നെ വവ്വാലെല്ലാം വന്ന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നിറം അടിച്ചിട്ടുള്ളതൊക്കെ ഞാനിപ്പോൾ വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം, പിന്നെ സ്ക്വാഷ് ഉണ്ടാക്കാം, പാഷൻ ഫ്രൂട്ടിൻ്റെ ഹൽവ ഉണ്ടാക്കാം, പിന്നെ നമുക്ക് സലാഡിലൊക്കെ ഇത് യൂസ് ചെയ്യാം. വളരെയധികം രുചികരമാണ്. ഇവയെല്ലാം തന്നെ സ്ട്രോബെറി പ്ലാന്റ്സ് ആണ്. സ്ട്രോബെറി ഒരു വട്ടം ഇത് പൂത്തിട്ട് കായൊക്കെ ലഭിച്ചതാണ്. അത് തണുപ്പ് സമയമായപ്പോഴാണ് പൂത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൂത്ത് കായായി വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മഴ സമയമായതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതെല്ലാം തന്നെ പൂത്തിട്ടുള്ളത്. അപ്പം അത് കായ ഇങ്ങനെ പിടിച്ച് വരണതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം എടുക്കുന്നത്. അപ്പോൾ ഒരു കൊലയിൽ 3-4 പൂക്കളൊക്കെ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. മാത്രമല്ല ധാരാളം തന്നെ ഇതിൻ്റെ തൈകളൊക്കെ തന്നെ ധാരാളം നിൽപ്പുണ്ട്. ഇത് ക്യാപ്സിക്കം ആണ്. നിറച്ച് തന്നെ ഈ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. മഴയായത് കാരണം അതെല്ലാം കൊഴിഞ്ഞു പോയി. ഒന്ന് മാത്രമാണ് കായായി കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നിൽക്കുന്ന ഇതൊക്കെ തന്നെ സ്ട്രോബെറി ചെടികളാണ്. ഒത്തിരി സ്ട്രോബെറി ചെടികൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെള്ളം ഇല്ലാതിരുന്നതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി. ഇത് മുള്ളാത്തിയാണ്. ഇതൊരു ചെറിയൊരു കണ്ടെയ്നറിലാണ് നട്ടിരിക്കുന്നത്. ഇതും ഇപ്പോൾ പൂത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ പൂക്കുന്നുണ്ടെങ്കിലും ഒന്നും കായായി കിട്ടുന്നില്ല. എന്തായാലും അത് പൂത്തിട്ടുണ്ട്. ഇത് കായായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒത്തിരി പാഷൻ ഫ്രൂട്ടിൻ്റെ കായ്കളാണുള്ളത്. ഒത്തിരി തന്നെ കായ്ച്ചു നിൽപ്പുണ്ട്. കുറേയൊക്കെ തന്നെ താഴെ നിന്ന് ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്. കുറേയൊക്കെ തന്നെ താഴെയൊക്കെ വീണ് കിടക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് പെറുക്കിയെടുത്താൽ മതി. പിന്നെ ഇത് ചെറിയൊരു പന്തലായതുകൊണ്ട് ഇത് നമുക്ക് കയ്യെത്തി പറിക്കാവുന്നതേ ഉള്ളൂ. അപ്പം വിളയുന്നതനുസരിച്ച് നമുക്കിതെല്ലാം തന്നെ പറിച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. ഇതൊരു വെള്ള കാന്താരിയാണ്. വീട്ടിൽ നടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. മറ്റേ കാന്താരിയെ പോലെ അത്രയ്ക്ക് എരിവൊന്നും ഇതിനില്ല. എരിവുണ്ട്, എന്നിരുന്നാലും പച്ചേനെക്കാട്ടി എരിവ് കുറവാണ്. നിറച്ച് കായ്ക്കുകയും ചെയ്യും. ഇതൊരു കറിവേപ്പില ചെടിയാണ്. കുഞ്ഞൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നട്ടേക്കുന്നത്. വിത്ത് മുളപ്പിച്ച് നട്ടതാണ്. ഇത് ബ്രഹ്മി ചെടിയാണ്. ഇതിൻ്റെ തണ്ട് ഒടിച്ച് നട്ടാൽ മതി. നിറച്ച് തന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇത് ലെമൺ ഗ്രാസ് പ്ലാന്റ്. പിന്നെ കുറച്ച് വെണ്ടയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. പാവലി ഇങ്ങനെ മിക്സ് ചെയ്താണ് എല്ലാം ഇങ്ങനെ പൊടിച്ച് കിടക്കുന്നത്. ഇത് മത്തനാണ്. അത് നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓണത്തിലെത്തേക്ക് വിളവെടുക്കാം. ഇത് വന്നിട്ട് ഉളന്താമര ചെടിയാണ്. അത് നിറച്ച് അവങ്ങിങ്ങായിട്ട് പൊടിച്ച് നിൽപ്പുണ്ട്. ഇത് കുറ്റി കുരുമുളകാണ്. കുറ്റി കുരുമുളക് നിറച്ച് തന്നെ തിരികളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. കുറ്റി കുരുമുളകിൻ്റെ വീടി ഇടുന്ന സമയത്ത് ഇങ്ങനെ നട്ട പുതിയ ചെടികളാണ്. അതെല്ലാം തന്നെ ചെടി കുഞ്ഞാണെങ്കിൽ പൊടിയും അതിൽ നിറച്ച് തന്നെ തിരികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മല്ലിയിലയാണ്. നമ്മൾ സപ്ലൈക്കൊന്ന് വാങ്ങുന്ന മല്ലിനെ പൊടിച്ചിട്ട് ഇട്ടതാണ്. നിറച്ച് തന്നെ ഇത് പൊടിച്ച് വന്നതായിരുന്നു. പക്ഷെ മഴ കാരണം ഇതെല്ലാം തന്നെ കുറേ ചെടികളെല്ലാം തന്നെ അഴുകിപ്പോയി. മഴയില്ലാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ കൂടിയും അത് കാറ്റടിക്കുമ്പോൾ വെള്ളം വീഴുന്ന കാരണം കുറേയൊക്കെ അഴുകിപ്പോയി. അപ്പോൾ ബാക്കി കുറച്ച് നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ തന്നെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ മുളകിൻ്റെയൊക്കെയാണ്. മുളക്, വഴുതനങ്ങ, കത്തിരിക്കയൊക്കെയാണ്. അപ്പോൾ ഒരു ചെടി നമ്മൾ വലുതായി വരുമ്പോഴത്തേക്കും മറ്റു ചെടി ഇങ്ങനെ നട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആദ്യത്തെ നശിച്ചു പോകുമ്പോൾ നമുക്കിതെല്ലാം തന്നെ നട്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് റാണിക്കൊമ്പൻ വെണ്ടയാണ്. നല്ല തൂക്കമൊക്കെ ഉള്ള ഒരു വെണ്ടയാണ്. നല്ല നീളവും വയ്ക്കുന്നതാണ്. ഇത് ചുവന്ന അഗസ്തി മരമാണ്. നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്നതാണ് ഈ ചുവന്ന അഗസ്തി മരം എന്ന് പറയുന്നത്.
എല്ലാ കാലാവസ്ഥയിലും നമുക്ക് പൂക്കളൊക്കെ തരുന്നതാണ്. ഇതിപ്പോൾ മഴ ആയത് കാരണം ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ട് ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് നിറച്ച് തന്നെ മൊട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട്. ചുവപ്പ് അഗസ്തിയുടെ ഇലകളൊക്കെ തന്നെ ഭക്ഷ്യയോഗ്യമാണ്, നിറയെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ളതാണ്. ഇത് കുറ്റി അമരയാണ്. ഇതെല്ലാം തന്നെ പൂത്തിട്ടുണ്ട്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് തൈകളാണ്. പിന്നെ ഇത് തക്കാളിയാണ്. തക്കാളി ചെടിയും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കൈതോന്നി ചെടിയാണ്. അതെല്ലാം തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ പൊടിച്ചു വരുന്നതാണ്. പിന്നെ ഇതെല്ലാം തന്നെ ആനക്കൊപ്പൻ വെണ്ടയാണ്. അപ്പം നമുക്ക് മൂപ്പത്തുന്നതിന് മുന്നേ ഇതെല്ലാം പറിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ തുമ്പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വരും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നല്ലവണ്ണം പിഞ്ചാന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്കെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മിക്ക പച്ചക്കറി ചെടികളും മൂപ്പത്തുന്നതിന് മുന്നേ പറിക്കുന്നതാണ് രുചികരം. ഫ്രൂട്ട്സ് ആണെങ്കിലോ എല്ലാം പഴുത്ത് കഴിഞ്ഞാലും മുറ്റിയാൽ മാത്രമേ അതിനുള്ള ടേസ്റ്റ് കാണത്തുള്ളൂ. ഇപ്പോൾ ടെറസിൽ ഞാൻ കൂടുതലും ആനക്കൊമ്പൻ വെണ്ടയാണ് നട്ടിരിക്കുന്നത്. പച്ചയും ചുവപ്പുമാണ്. പിന്നെ ഒരു കപ്പപ്പഴത്തിൻ്റെ കളറിലെ വെണ്ടയ്ക്കയും ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് സാദാ വെണ്ടയും പച്ച കളറിലെ വെണ്ടയും നട്ടിട്ടുണ്ട്. ഈ ആനക്കൊപ്പൻ വെണ്ടയാണെങ്കിൽ നമുക്കൊരു 5-6 മാത്രം മതി ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ട്. നല്ല നീളവും ഇവിടെ നല്ല വെയിറ്റും ഉണ്ട് ഇതിന്. ഇവിടെ എല്ലാവർക്കും വെണ്ട ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിലിട്ട വെണ്ടയാണ് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. ഇതൊരു സാധാ വെണ്ടയാണ്, പച്ച കളറിലെ വെണ്ട. ഇത് കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടിയതാണ് നമുക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നൊക്കെ. അപ്പോൾ അതെല്ലാം തന്നെ നട്ട് ഇതിപ്പം തന്നെ എല്ലാം തന്നെ കായ്ച്ചു നിൽപ്പുണ്ട്. ഓരോ ഇലയ്ക്കും ഓരോ പൂക്കൾ എന്ന രീതിയിലാണ് ഇത് കായ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ കീടശല്യം എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടി പുഴുകാണ്. നമ്മൾ ഡെയിലി ഇലകളൊക്കെ നോക്കി അതിനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേപ്പെണ്ണ വെള്ളത്തിൽ കഷായം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡെയിലി നമ്മൾ ഇതിനെല്ലാം ഒന്ന് നോക്കണം. ചെടികളുടെ ഇലകളൊക്കെ നോക്കണം. നമ്മൾ കുട്ടികളെ നോക്കുന്നത് പോലെ അവയെല്ലാം നോക്കണം. അപ്പം നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ്. നിറയെ പച്ചപ്പും നമ്മൾ നട്ട് വളർത്തിയ ചെടികളൊക്കെ തന്നെ കായായി നിൽക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷമാണ്. ഇത് സീതപ്പഴമാണ്. ഇതൊരു ചെറിയൊരു ബക്കറ്റിലാണ് ഞാൻ വെച്ചേക്കുന്നത്. കുരുമുളപ്പിച്ച് നട്ടതാണ്. വേഗം തന്നെ കായ്ക്കുന്ന ഒരു ചെടിയാണിത്. ബഡ് ചെയ്തൊന്നും വാങ്ങി നടേണ്ടതില്ല. അത് കുരു മുളപ്പിച്ച് നട്ടാൽ മാത്രം മതി. അപ്പോൾ അതിൽ നിന്നൊരു പഴം ഞാൻ കഴിഞ്ഞ ദിവസം ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കപ്പപ്പഴത്തിൻ്റെ കളറിലുള്ള വെണ്ടയാണ്. മൂപ്പത്തുന്നതിന് മുന്നേ പറിച്ചെടുക്കണം. ബാക്കി നിൽക്കുന്ന 2 വന്നിട്ട് മുറ്റിപ്പോയതാണ്. അതിന് വിത്തിനെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കാണാൻ വളരെയധികം ഭംഗിയുള്ളതാണ്. നമ്മുടെ കൃഷിത്തോട്ടത്തിൽ അത് ഇങ്ങനെ കാച്ചു നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് സലാഡ് വെള്ളരിയാണ്. നിറച്ച് പൂത്തിട്ടുണ്ട്, കായൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ്. ചുവന്ന ആനക്കൊമ്പൻ വെണ്ട പച്ചയെ പോലെ തന്നെയാണ്. നല്ല നീളവും വെക്കും, നല്ല തൂക്കവും വെക്കും. വീട്ടിൽ നടാൻ പറ്റിയ വെറൈറ്റിയാണ്. ധാരാളം ശിഖരങ്ങളൊക്കെ പൊട്ടും ഇതിൽ നിന്ന്. അപ്പം നമുക്ക് ഒരു വെണ്ടയിൽ നിന്ന് 3-4 വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് നല്ല നീളവും തൂക്കവും ഉള്ളത് കൊണ്ട് ശിഖരങ്ങളൊക്കെ പൊട്ടിയ തന്നെയും വലിപ്പം കുറച്ച് കുറഞ്ഞായിരുന്നാലും നമുക്ക് സാധാ പച്ചവെണ്ടയെ കാട്ടിയും നല്ല വിളവ് കിട്ടുന്നതാണ്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്താണ്. അതിപ്പോൾ കായ്ച്ചപ്പോഴത്തേക്കും അതിന് ചുവന്ന വെണ്ടയാണ്. ഒത്തിരി നീളമൊന്നും വെക്കുന്നില്ല, കുറച്ച് നീളമേ ഉള്ളൂ. എങ്കിലും ഇത് കാണാനായിട്ട് വളരെ ഭംഗിയാണ്. പച്ചയിൽ നല്ല ചുവന്ന കളറിലെ പയർ കാച്ചു നിൽക്കുന്നത്. കൂടുതലും ഗ്രോ ബാഗിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ ചെടികളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ മരങ്ങളൊക്കെ പ്ലാവും മാവൊക്കെ വന്നിട്ട് ഞാൻ വലിയ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രമ്മിലൊക്കെ വെക്കുന്നതിന് മുന്നേ താഴെ കുറച്ച് ചുടുകട്ടയുടെ പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മേഖലയിലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ആനക്കൊമ്പൻ വെണ്ടയാണ്. പിന്നെ പയർ ചെടികളൊക്കെ കൂട്ടത്തിലുണ്ട്. ഇതെന്ന് പറയുന്ന വള്ളിച്ചീരയാണ്. വീട്ടിലേക്ക് നടാൻ പറ്റിയ ഒരു ചീരയാണ്. ഇതിൻ്റെ ഇലകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം, സാമ്പാറിൽ ഇടാം. പിന്നെ നമുക്ക് ഇതിന് തോരൻ വെക്കാവുന്നതാണ്. ഒരു ചെറിയ വഴുവഴുപ്പുള്ള ഒരു ചീരയാണ്, പക്ഷെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. നമുക്കിതിനെ ഒരു അലങ്കാര ചെടി പോലെ വീട്ടിൽ വളർത്താവുന്നതാണ്. നമ്മളിത് താഴെ നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ ഇപ്പോൾ കാണുന്നതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പം വയ്ക്കും. ഇതിൻ്റെ തണ്ട് ഒടിച്ച് നടാം. പിന്നെ ഇതിൽ വിത്തുകൾ ഉണ്ടാവുന്നുണ്ട്. വിത്തും മുളച്ച് എടുക്കാവുന്നതാണ് പുതിയ ചെടികളൊക്കെ തന്നെയും. പിന്നെ ഈ കാണുന്നതൊക്കെ നല്ല നീളം വയ്ക്കുന്ന പയർ ചെടികളാണ്. മണികൾ കുറവുള്ളതാണ്, എങ്കിലും നല്ല നീളമാണ് അതിന്. പിന്നെ ഇത് രമ്പയില, പിന്നെ കറിവേപ്പിലേക്ക് നട്ടിട്ടുണ്ട്. കറിവേപ്പില വിത്ത് മുളപ്പിച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. കറിവേപ്പിലയുടെ ഇലകൾ വന്നിട്ട് തിന്നുന്ന പുഴുക്കളുണ്ട്. അപ്പോൾ നമ്മൾ വേപ്പെണ്ണ വെള്ളത്തിൽ മിശ്രിതമായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് വന്നിട്ടൊരു നീല കളറിലെ വഴുതിനിങ്ങ ചെടിയാണ്. ഇത് മത്തൻ ചെടിയാണ്. അതെല്ലാം തന്നെ
വേഗം വളർന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒന്നാണ് ഈ മത്തൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇലയും പൂവും കായും ഒക്കെ തന്നെ ഭക്ഷ്യയോഗ്യമാണ്. ഇത് വന്നിട്ട് തക്കാളി വഴുതനങ്ങയാണ്. കാണാനായിട്ട് തക്കാളിയെ പോലെ ഇരിക്കുമെങ്കിൽ ഇത് വഴുതനങ്ങയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വഴുതന ചെടിയെക്കാട്ടിയും ഇതിൻ്റെ ടേസ്റ്റിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ പയർ ചെടിയാണ്. പയർ നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം വിളവെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ നീളവും അതിൻ്റെ തൂക്കമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പയർ ചെടികളെ ബാധിക്കുന്ന പ്രധാന കീടശല്യം എന്ന് പറയുന്നത് ഇതിലൊരു തരം ചാഴിയുണ്ട്, പിന്നെ വെള്ളീച്ച, മുഞ്ഞ ഇവയൊക്കെ തന്നെ വരും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം വേപ്പെണ്ണ വെള്ളത്തിൽ കഷായം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല എഫക്റ്റീവാണ്. ഇല്ലെങ്കിൽ വിവേറെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പയർ ചെടി ശരിയായ വിധം നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ പയറിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയർ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി. പച്ചക്കറി വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന ജൈവ സ്ലറി ഉപയോഗിക്കാം. കൂടെ നമ്മുടെ വീട്ടിലെ ചോറ് ഉപ്പിട്ട് വേവിക്കാത്ത ചോറ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മിക്സിയിലെടുത്തതിന് ശേഷം 2-3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നേർപ്പിച്ച് നമുക്കെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് കോവയ്ക്കയുടെ പൂക്കളാണ്. നല്ല വെള്ള കളറുള്ള പൂക്കളാണ്. അപ്പോൾ കായും പൂവായിട്ട് ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഓരോ ഇലയ്ക്ക് ഓരോ കായുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഇത് നിറച്ച് തന്നെ നമുക്ക് കായ്ക്കുന്നതാണ്. ഇതിൽ കൂടുതലും ഇലയും കായുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊന്നും ഇല്ലയെന്ന് തോന്നും. പക്ഷേ ഇലകളൊന്ന് മാറ്റി നോക്കിയാൽ നിറച്ച് തന്നെ ഇത് പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ മൂപ്പെത്തുന്നതിനനുസരിച്ച് നമുക്കിതെല്ലാം തന്നെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ ധാരാളം കായ്കളൊക്കെ തന്നെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ തന്നെ പറിച്ചെടുക്കാം. കോവലിൻ്റെ നടിയിൽ രീതിയും വളപ്രയോഗവും കീടനിയന്ത്രണവും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോവൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രയോജനപ്രദമായിരിക്കും. മറ്റു ചെടികൾക്ക് എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ കോവലിൻ്റെ ചെടി ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കുന്നതാണ്. അപ്പം മാക്സിമം കീടശല്യം ഇല്ലാണ്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. 0 കലോറി ആയിട്ടുള്ള കോവയ്ക്ക് നമുക്ക് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. വീട്ടിലൊരു ചെടി ഉണ്ടെങ്കിൽ തന്നെ ഡെയിലി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക് കിട്ടുന്നതാണ്. ഇത് പടവലങ്ങ ചെടിയാണ്. ഇത് വള്ളിയെല്ലാം വീശി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പൂമുട്ടകളൊക്കെ വന്നിട്ടുണ്ട്. ആൺപൂവും പെൺപൂവും ഒക്കെ തന്നെ ഉണ്ട് ഇതിൽ. ഇതൊരു വഴുതനങ്ങ ചെടിയാണ്. നല്ല നീളം വെക്കുന്ന ഒരു വഴുതനങ്ങയാണ്. അത്യാവശ്യം തൂക്കമൊക്കെ തന്നെയുണ്ട്. ഇതിൻ്റെ ഇലകളിലൊക്കെ തന്നെ നിറച്ച് മുള്ളായിരിക്കും. വെങ്ങേരി വഴുതനങ്ങ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. നിറച്ചുണ്ടാകും. ഇത് ഒത്തിരി കാലം പഴക്കമുള്ള ഒരു ചെടിയാണ്. എന്നിട്ട് ഇപ്പോഴും അത് കായ്ക്കുന്നുണ്ട്. ഇത് ഊളൻ താമര ചെടിയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ കായ്കൾ ഉപയോഗിക്കും. പൂവും വന്നിട്ട് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെയധികം സ്വാദേറിയതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഫൈബേഴ്സും വൈറ്റമിനും ഒക്കെ റിച്ച് ആണ്. വീട്ടിൽ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. 1-2 ഒക്കെ ഊളൻ താമര വെച്ച് പിടിപ്പിച്ചാൽ മതി. അതിന് ധാരാളം ഇലകളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. ടെറസിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ പാഷൻ ഫ്രൂട്ട് എല്ലാം തന്നെ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇലകളൊക്കെ കുഞ്ഞായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കായ്കളെല്ലാം മുന്നത്തെക്കാട്ടിയും കുറച്ച് ചെറുതാണ്. എങ്കിലും നിറച്ച് തന്നെ കായ്ച്ചു നിൽപ്പുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുകയും ചെയ്യും. പാഷൻ ഫ്രൂട്ട് ജ്യൂസാക്കിയിട്ട് കുറച്ച് കസ്കസൊക്കെ ഇട്ട് തേൻ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം രുചികരമാണത്. ഇത് ഞാനൊരു കൊച്ചു ഡ്രമ്മിൽ നട്ടേക്കുന്ന നാരകത്തിൻ്റെ ചെടിയാണ്. ഇത് ബഡ് ചെയ്തൊരു ചെടിയാണ്. അതിൽ നാരകം കായ്ച്ചു നിൽപ്പുണ്ട്. 2 നാരകം കായ്ച്ചു നിൽപ്പുണ്ട്. നാരങ്ങയുടെ ഇലകളൊക്കെ നമ്മൾ ഒഴിച്ചുവിട്ടാൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് പടവലത്തിൻ്റെ ഒരു ചെടിയാണ്. ഇത് പീച്ചിങ്ങയുടെ ചെടിയാണ്. അതിൻ്റെ ഇലകൾ തമ്മിൽ ഏകദേശം ഒരു സാമ്യമുണ്ട്. ഈ സൈഡ് കൂടുതലായിട്ടും വെണ്ടകളാണ് നട്ടിരിക്കുന്നത്. ആനക്കൊമ്പൻ വെണ്ടയും സാദാ വെണ്ടയും കാപ്പിപ്പൊടി കളറിലെ വെണ്ടയൊക്കെയാണ് നട്ടിരിക്കുന്നത്. ഇത് ഒരു വഴുതനങ്ങ ചെടിയാണ്. ഈ വഴുതനങ്ങ ചെടി എന്ന് പറയുന്നത് വെങ്ങേരി വഴുതനയാണ്. നല്ല നീളവും തൂക്കവും ഒക്കെ വെക്കുന്നതാണ്. നിറച്ച് തന്നെ കായ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഒരു 3 വർഷത്തോളമായി ചെടി വെച്ചിട്ട്. അപ്പോൾ ഇപ്പം കായ്ച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളിലൊക്കെ തന്നെ നിറയെ മുള്ളാണ്. അപ്പോൾ ഇലകളെല്ലാം താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലെല്ലാം പൊത്ത് കയറും. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും കീടശല്യം എല്ലാം വളരെ കുറവാണ് ഇതിന്. നമുക്ക് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. ഇത് ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നട്ടിരിക്കുന്ന കറിവേപ്പില ചെടിയാണ്. കറിവേപ്പില എപ്പോഴും നമ്മൾ ഒടിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ധാരാളം ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതാണ്. ഇപ്പം ഒരു കൊണ്ട ഒടിച്ചതിൽ നിന്ന് ഒരു 4 ശിഖരത്തോളം പൊട്ടിയിട്ടുണ്ട്. സ്ഥലക്കുറവുള്ളവർക്ക് നമുക്കിതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ
കറിവേപ്പില നടാവുന്നതാണ്. കറിവേപ്പില അതിൻ്റെ വേരിൽ നിന്ന് മുളപ്പിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ വിത്ത് മുളപ്പിച്ച് നടാവുന്നതാണ്. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 തൈകൾ കിട്ടുന്നതാണ്. അപ്പോൾ എവിടെ നിന്നെങ്കിലും കറിവേപ്പിലയുടെ വിത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറിയൊരു ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചതിന് ശേഷം നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് 2 ചെടികൾ കിട്ടുന്നതാണ്. ഇവിടെയെല്ലാം വെണ്ട ചെടികളാണ് നട്ടേക്കുന്നത്. പല പ്രായത്തിലുള്ള വെണ്ടകളാണ് നട്ടേക്കുന്നത്. ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് തക്കാളി വഴുതനങ്ങയാണ്. കാണാൻ തക്കാളി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വഴുതനങ്ങ ചെടിയാണ്. ഇത് ഇപ്പോൾ നല്ല മൂപ്പത്തി വിത്തായിട്ടുണ്ട്. വിത്തായി നിൽക്കുമ്പോൾ ഒരു ഫ്രൂട്ട് പോലെയാണ് തോന്നുന്നത്. ഇത് പിഞ്ചായിരിക്കുമ്പോൾ നല്ല വെള്ള കളറിലുള്ളതാണ്. ധാരാളം തന്നെ ഒരു ചെടിയിലുണ്ടാകും. കീടശല്യവും വളരെ കുറവാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ്. നാളെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഈ പൂവ് വിരിയും. പൂവ് വിരിയുമ്പോൾ നമ്മൾ കൃത്രിമ പരാഗണം കൂടി ചെയ്ത് കൊടുത്താൽ അതെല്ലാം തന്നെ കായായി ലഭിക്കും. അങ്ങനെ വിരിഞ്ഞിട്ടുള്ള ഒരു പൂവാണിത്. അത് കായായി കിട്ടിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നടിയിലും പരിചരണ രീതിയും വളരെ എളുപ്പമാണ്. എല്ലാവർക്കും വീട്ടിൽ നടാവുന്നതേ ഉള്ളൂ. ഇത് തക്കാളി വഴുതനങ്ങയുടെ കായാണ്. നേരത്തെ കണ്ടതെന്ന് പറയുന്നത് വിത്തായാണ്. വിത്താവുമ്പോഴത്തേക്ക് അത് നല്ല ചുവന്ന കളറിലോട്ട് മാറുന്നതാണ്. കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. ഇതൊരു തുളസിയാണ്. കാണാൻ മുളകിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിന് നല്ല മണമാണ് ഇതിൻ്റെ ഇലയ്ക്ക് വന്നിട്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. തനിയെ പൊടിച്ച് വന്നതാണ്. ഇത് മൽഗോവ മാവാണ്. കുരുമുളപ്പിച്ചാണ് നട്ടേക്കുന്നത്. ഇതൊരു കലത്തിലാണ് വെച്ചേക്കുന്നത്. ഇത് രമ്പയില, പിന്നെ പേരയും നട്ടിട്ടുണ്ട്. ഇതാണ് വെള്ളക്കാന്താരി. ധാരാളം തന്നെ ഒരു ചെടിയിൽ പിടിക്കുന്ന ഒന്നാണ്. ഒരു കുഞ്ഞി കണ്ടെയ്നറിലാണ് നട്ടേക്കുന്നത്. ഒത്തിരി നാളുകൊണ്ട് നിൽക്കുന്നതാണ്. ഏകദേശം എനിക്കൊന്നും 2 വർഷത്തോളം ആവും ഈ ചെടി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും അത് കാച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുരുടിപ്പ് രോഗമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇലകളൊക്കെ നുള്ളി വിട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് ശരിയായി വരും. ഇത് സാമ്പാറിലിടുന്ന മുളകാണ്. തൊണ്ടൻ മുളക് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ വിത്തിട്ട് നട്ടതാണ്. ഒരു കുഞ്ഞു ചെടിയാണ്. പക്ഷെ അതിന് നിറച്ച് തന്നെ ഈ മുളക് ഉണ്ടായി നിൽപ്പുണ്ട്. ഈ മുളകിനൊന്നും കുരുടിപ്പ് രോഗം വരാതിരിക്കാൻ നമ്മൾ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിക്കണം. വേപ്പണ വെള്ളത്തിൽ കഷായമൊക്കെ അടിച്ചു കൊടുക്കണം. കൂടാതെ മറ്റു ചെടികൾക്ക് എന്തെങ്കിലും കീടബാധ ഉണ്ടെങ്കിൽ ഇതിനെ അത് ആക്രമിച്ചിട്ടാണ് കൂടുതൽ ഈ മുരടിപ്പൊക്കെ വരുന്നത്. വെള്ളീച്ച ശല്യം, വെള്ളീച്ച ഇതുപോലുള്ള ജീവികളാണ് ഇതിന് കൂടുതലായിട്ടും രോഗം കൊടുക്കുന്നത്. ഇത് മല്ലിക മാവാണ്. ഒരു ഡ്രമ്മിനകത്താണ് നട്ടേക്കുന്നത്. ഏകദേശം ഇതൊരു 2 വർഷത്തിൽ കൂടുതലായി നമ്മൾ വെച്ചിട്ട് ഇതൊരിക്കലും പൂത്തിട്ടില്ല. ഇത് സാധാരണ നാരകം, പിന്നെ കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് ഡ്രമ്മിനകത്ത്. ഈ കറിവേപ്പിലയും കുരുമുളപ്പിച്ച് നട്ടതാണ്. ഇതൊരു സപ്പോട്ട മരമാണ്. പിന്നെ അതും നാരകമാണ്. അതും ഒരു കലത്തിലാണ് വെച്ചേക്കുന്നത്. പിന്നെ സീതപ്പഴമുണ്ട്. ഒരു പ്ലാവ് നട്ടിട്ടുണ്ട്. സീതപ്പഴം വന്നിട്ട് കായ്ച്ചു നിൽപ്പുണ്ട്. ഇത് കുരുമുളപ്പിച്ച് നട്ടതാണ്. ഒരു കുഞ്ഞു ബക്കറ്റിലാണ് വെച്ചേക്കുന്നത്. കുരുമുളപ്പിച്ച് നട്ടതിൽ വേഗം കായ്ച്ചു എന്ന് പറയുന്നത് ഈ സീതപ്പഴം മാത്രമാണ്. ഇത് ചെറിയ കണ്ടെയ്നറിലൊക്കെ നട്ടേക്കുന്ന നാരകത്തിൻ്റെ ചെടിയാണ്. എനിക്ക് നാരകത്തിൻ്റെ ചെടി ഒത്തിരി ഇഷ്ടമാണ്. അതാണ് ഇതെല്ലാം നട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം 3 കൊല്ലത്തോളം പ്രായമുണ്ട്. ഇതൊരിക്കലും കായ്ച്ചില്ല. ഇത് ബദാമിൻ്റെ ചെടിയാണ്. ഇതൊരു ബക്കറ്റിലാണ് നട്ടേക്കുന്നത്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ബദാമില്ല, ആ ബദാമിൻ്റെ ചെടിയാണ്. അതിൻ്റെ കുരു മുളപ്പിച്ച് നട്ടിട്ടുള്ളതാണ്. ഇതിനൊരു 3 കൊല്ലത്തോളം പ്രായമുണ്ട്. പിന്നെയുള്ളതെന്ന് പറയുന്നത് നിത്യവഴുതനങ്ങ ചെടിയാണ്. ഇതിന് നിറച്ച് കായ്കളാണ്. എന്നും നമുക്ക് ഇതിൽ നിന്ന് കായ്കൾ അടർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. പേര് സൂചിപ്പിക്കും പോലെ ഇതിൽ നിത്യവും കായ്കളാണ് ഉള്ളത്. നമുക്കിത് മൂപ്പെത്തുന്നതിന് മുമ്പേ ഇതെല്ലാം തന്നെ പറിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പുറത്താണ് വെച്ചേക്കുന്നതെങ്കിൽ ഒരു 4-5 ദിവസം വരെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നിത്യവഴുതനങ്ങ. ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചെടിയാണിത്. നമുക്കിത് തോരൻ വെച്ച് കഴിക്കാം, മെഴുക്ക് പുരട്ടാം, കൂടാതെ സാമ്പാറിലിടാം. അങ്ങനെ ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. 0 കലോറിയും ധാരാളം ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണിത്. കാരണം ഇതിന് യാതൊരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ധാരാളം തന്നെ കായ്കളൊക്കെ ഇതിൽ പിടിച്ചോളും. പിന്നെ നമുക്ക് ഇനി ഇതൊരു അലങ്കാര ചെടിയായിട്ട് വളർത്താവുന്നതുമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ വിരിയുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ല വയലറ്റ് കളറിലാണ് അത് കാണുന്നത്. ഈ നിത്യവഴുതനങ്ങ നല്ല വലിപ്പമുള്ളതാണ്. ഹൈബ്രിഡാണ്. പല വെറൈറ്റീസിലുള്ള നിത്യവഴുതനങ്ങയുടെ വിത്തുകൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും. നിത്യവഴുതനങ്ങയുടെ ഒരു വിത്തിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 വിത്തുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കുരു പൊട്ടിത്തെറിച്ചാണ് ഇതിൻ്റെ പുതിയ തൈകൾ മുളച്ച് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ ചെടി നമ്മുടെ വീട്ടിൽ നടുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പോകത്തില്ല. അത് നമ്മുടെ വീട്ടിൽ പിന്നെയും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും.
എല്ലാവരും പറ്റുവാണെങ്കിൽ നിത്യവൈദ്യനിങ്ങയുടെ 1-2 തൈകളെങ്കിലും വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസേനയുള്ള ഒരു തോരത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്, ഒരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ലാണ്ട് തന്നെ. നിത്യവൈദ്യനിങ്ങയുടെ കുരു പൊട്ടിത്തെറിച്ച് അങ്ങിങ്ങായിട്ട് ചെടികളൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ നിറച്ച് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂപ്പെത്തുന്നതിന് മുന്നേ അതിനെ പറിച്ചെടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ചെടിയുടെ തണ്ടുകളിലെല്ലാം തന്നെ ചെറിയ മുള്ളു പോലെ കാണാനായിട്ട് സാധിക്കും. അതൊന്നും ഒത്തിരി ഷാർപ്പുള്ളതല്ല. ഇതിന് നമ്മളൊരു ചെറിയ പന്തലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അതിൽ ചുറ്റിപ്പടർന്ന് കിടന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കായ്കളൊക്കെ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ വിളവെടുത്തിട്ടുള്ള നിത്യവൈദ്യനിങ്ങ. ഇത് കുറ്റിക്കുരുമുളകിൻ്റെ ചെടിയാണ്. ധാരാളം തന്നെ തിരികളൊക്കെ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തതാണ്. ഇപ്പോൾ പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി നിറച്ച് തന്നെ തിരികൾ ഉണ്ടായി നിൽപ്പുണ്ട്. കുരുമുളക് ചെടിയിൽ വിരിയുന്ന പൂക്കളിലെല്ലാം തന്നെ കായയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തിരികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറത്ത് വീഴത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ പൂക്കളിൽ വെള്ളം വീഴുമ്പോഴാണ് പരാഗണം നടക്കുന്നത്. എങ്കിൽ മാത്രമേ വിരിയുന്ന പൂക്കളിലെല്ലാം നമുക്ക് മണികൾ ഉണ്ടായി കിട്ടുകയുള്ളൂ. ഇത് ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ്. ധാരാളം തന്നെ ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഓരോ ഇലയ്ക്കും ഓരോ പൂവെന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തത് വിളവെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് മത്തനാണ്. മത്തൻ്റെ ഇലകളും വള്ളികളും ഒക്കെ തന്നെ വാടിപ്പോയി. അപ്പോൾ ഇതെന്തായാലും വിളവെടുക്കാം. ഒത്തിരി മൂപ്പൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇതും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പെന്ന് പറയുന്നത് ഇത്രയാണ്. പൂളന്താമര, വെങ്ങേരി വഴുതന, പാഷൻ ഫ്രൂട്ട്, വെണ്ടയ്ക്ക, ചുവപ്പും പച്ചയും ആനക്കുമ്പ വെണ്ട ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ മത്തൻ, നിത്യവഴുതനങ്ങ, പയർ, കോവയ്ക്ക, പാവയ്ക്ക, ഇത്രയാണ് ഇന്ന് വിളവെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തോട്ടത്തിലെ കുറച്ച് പച്ചക്കറി വിശേഷങ്ങൾ. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്